രേവതിയും സച്ചിയുമായിട്ട് ഇനി യാതൊരു ബന്ധവും പാടില്ലെന്ന് ശ്രുതി പറയുന്നതോടെ വിമലാന്റി ആകെ ധർമ്മസങ്കടത്തിലാവുന്നു. ഇതിനിടയിൽ തിരികെ വീട്ടിലേക്ക് പോകുന്ന സച്ചിയും രേവതിയും ആദിമോനെ പറ്റി സംസാരിക്കുകയും വിമലാന്റിയുടെ സമ്മതത്തോടെ ആദിമോനെ വീട്ടിൽ കൊണ്ടുവന്ന് സ്വന്തം മകനായി വളർത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. പിന്നീട് വർഷയുടെ പിണക്കം മാറ്റാനായി ശ്രീകാന്ത് വർഷേനെ കൊണ്ട് പുറത്തു പോകാനായി ഒരുങ്ങുന്നതോടെ വർഷയ്ക്ക് സന്തോഷമാകുന്നു. ഇതിനിടയിൽ ആദിമോനെ ദത്തെടുക്കുന്ന കാര്യം വീട്ടിൽ പറയാൻ സച്ചി തീരുമാനിക്കുന്നതോടെ രേവതി വിമലാന്റിനെ വിളിച്ച് കാര്യങ്ങൾ പറയാനായി ഒരുങ്ങുന്നു. എന്നാൽ ശ്രുതി പറഞ്ഞതെല്ലാം ഓർക്കുന്ന വിമലാന്റി ഫോൺ എടുക്കാതെ വരുന്നു. തുടർന്ന് ഹാളിലേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തുന്ന സച്ചിയും രേവതിയും വിമലാന്റിയുടെ വീട്ടിൽ പോയതും വിമലാന്റി പറഞ്ഞ സത്യങ്ങളും എല്ലാവരോടും പറയുമ്പോൾ ആദിമോന്റെ അമ്മയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. ഇതേസമയം അവിടെ എത്തുന്ന ശ്രുതി ഇതെല്ലാം കേട്ട് ഞെട്ടിപ്പോകുന്നു. ശേഷം എൻ്റെ അതേ അവസ്ഥ തന്നെയാണ് ആദിമോനെന്നും അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ എന്നും സച്ചി പറയുന്നു. തുടർന്ന് അവളൊരു പഠിച്ച കള്ളിയാണെന്ന് പറഞ്ഞ് ശ്രുതിയടക്കം എല്ലാവരും ആദിമോന്റെ അമ്മയെ കുറ്റപ്പെടുത്തുന്നതോടെ ശ്രുതിയുടെ ടെൻഷൻ കൂടുന്നു. തുടർന്ന് ആദിമോനെ ദത്തെടുക്കുന്ന വിവരം രേവതിയും സച്ചിയും എല്ലാവരെയും അറിയിക്കുന്നതോടെ ശ്രുതിയടക്കം എല്ലാവരും ഞെട്ടിപ്പോവുകയും ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതിയും ശ്രുതിയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന സച്ചി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുമ്പോൾ ശ്രീകാന്തും വർഷയും സച്ചിയുടെയും രേവതിയുടെയും തീരുമാനത്തെ അനുകൂലിക്കുന്നു. തുടർന്ന് ആദിമോന്റെ അമ്മയെപ്പറ്റി മോശമായി പറയുന്ന ശ്രുതിയോട് ദേഷ്യപ്പെടുന്ന ശ്രുതിനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.